ഉള്ളവരെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേർഡ് റൈസാണ്. അതായത് തൈരിലാണ്. വളരെ ന്യൂട്രീഷ്യസ് ആണ്, കഴിക്കാനായിട്ടും എല്ലാവർക്കും, ഏത് രോഗികൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. അങ്ങനെയുള്ളൊരു ഫുഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എത്ര എളുപ്പം ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, കടുക്, അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തൈര് വേണം. പിന്നെ ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത്രേ വേണ്ടു കേർഡ് റൈസ്. അത് വളരെ ടേസ്റ്റുള്ള സാധനമാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കുക. സ്കൂളിലേക്കൊക്കെ പിള്ളേർക്ക് കൊടുത്തയക്കാനൊക്കെ വളരെ ഈസി. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കടുക് എല്ലാം അത് നല്ലോണം ഉഴുന്ന് തരും. കടുക്, മിളക്, ഇഞ്ചി, ഉഴുന്ന് പരിപ്പ് എല്ലാം ഇട്ടു. അത് പൊട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, തീ കൊടുത്തിക്കോളും. ഒരു നുള്ള കായപ്പൊടി ഇടാം. കടുക് പൊട്ടണം. ഒരു നുള്ളു കായ, നുള്ളു മതി. ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. ഇനി അത് കഴിഞ്ഞാൽ തൈര്, നല്ല കട്ട തൈരാണ്. തീ കെടുത്ത ചോറിന് ആവശ്യമുള്ള തൈര് ഒഴിക്കുക, തിളക്കുക. ഇടണം കേട്ടോ. ഉപ്പ് ചോറിനും തൈരിനും കൂടിയിട്ടുള്ള നല്ല പാകം. അധികം പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ നിങ്ങൾ കുറച്ച് പാല് ഈ ചോറിൽ മിക്സ് ചെയ്യണം കേട്ടോ. തൈരിൽ പാല് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേർഡ് റൈസ് ഭയങ്കര ടേസ്റ്റാവും. പുളി കൂടുതലില്ലെങ്കിൽ പാകം. ചോറ് അതിലിടുക. ചോറ് വേവിച്ച് വെച്ച ചോറാട്ടോ. നല്ലപോലെ ചോറ് വേവിച്ച് വെച്ചതാണ്. കേർഡ് റൈസ് തയ്യാറായി. കേർഡ് റൈസിൻ്റെ കൂടെ നോക്കും കയ്പയ്ക്ക കൊണ്ടാട്ടം, കുറച്ച് കൊണ്ടാട്ടം ഉള്ളൂ കേട്ടോ. അത് വറുത്തതാണ്. ഞാൻ ഇനിയുണ്ട് കൊണ്ടാട്ടം, പക്ഷെ വറുത്തില്ലേ. ബീറ്റ്റൂട്ട് തോരൻ, കടുമാങ്ങ അച്ചാർ. എന്താ എൻ്റെ സ്വാദം അറിയും. ഇത് കഴിക്കുന്നവർ സത്യം പറഞ്ഞാൽ തല കറങ്ങി വീഴും. അത്ര നല്ല ടേസ്റ്റ് വേണം. ഇത് നോക്കൂ, ഭയങ്കര സ്വാദം. കേർഡ് റൈസ് തയ്യാറായി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും കഴിച്ചു നോക്കണം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റുന്നതാണ്. വളരെ ന്യൂട്രീഷ്യസ് ഫുഡാണ്. നോക്കിയാൽ കണ്ടില്ലേ, കൊണ്ടാട്ടമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കൊണ്ടാട്ടമുളക് തീർന്നു എൻ്റെ വീട്ടിൽ. അത് കാരണം കൊണ്ട് അച്ചാർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത്. കടുമാങ്ങ ഞാൻ വെച്ചാണ്, ബീറ്റ്റൂട്ട് ഉപ്പേരിയാണ്, കയ്പയ്ക്ക കൊണ്ടാട്ടം. കഴിച്ചു നോക്കും എല്ലാവരും. ഇനി ഗോഡ്ബീൻ കഴിച്ചു നോക്കും, എന്നിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ. ഹലോ ഗോഡ്ബീൻ, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലേ? കഴിക്കൂ. വളരെ ന്യൂട്രീഷ്യസ് ഫുഡാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട് ദയവായിട്ട് പ്ലീസ്. അതാണ് എൻ്റെ റിക്വസ്റ്റ്. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.